ഹലോ, ഇന്ന് ലീവായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പരിപാടീസിനൊക്കെ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു തലേ ദിവസം എനിക്ക് പ്രീ പ്ലാനോടെ കിടന്നത്. അക്ഷയ പോകാനും വില്ലേജ് പോകാനൊക്കെ ഉണ്ടായിരുന്നു. വെയിലാവുന്നതിന് മുന്നേ തന്നെ പോയി വരാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ലീവാണെന്നുള്ള ബോധത്തെ കിടന്ന് സാധാരണ പോലെ തന്നെ ലേറ്റായി. ഈ വെയിലത്ത് വീട്ടിലിരിക്കാൻ തന്നെ ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ ഈ ടാറിൻ്റെ പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരെ ശരിക്കും സമ്മതിക്കണം കേട്ടോ. അതിൻ്റെ ചൂടും വെയിലിൻ്റെ ചൂടും എല്ലാം സഹിച്ച് വില്ലേജിൽ പോയതിൻ്റെ ശേഷം ഏട്ടൻ്റെ കുട്ടിയുടെ ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. അവരുടെ LP സ്കൂളിൽ വാർഷികമായിരുന്നു ഒന്ന്. ഇതാണ് നമ്മുടെ ആൾ പൊന്നൂസ്, എൻ്റെ മാമൻ്റെ മോൻ്റെ കുട്ടി കേട്ടോ. 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവരുടെ പ്രോഗ്രാമും കുറേ കുട്ടികളുടെ പ്രോഗ്രാം, ടീച്ചേഴ്സിൻ്റെ, രക്ഷിതാക്കളുടെ കുറേ പേരുടെ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഇതാണ് പോരാളി. പോരാളി കുട്ടീനൊക്കെ റെഡിയാക്കി പോരാളിയുടെ വിശപ്പടക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ ചുമ്മാ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അവരുടെ പരിപാടി ഉണ്ടായിരുന്നത്. അതുവരെ ബാക്കിയുള്ള കുട്ടികളുടെ പ്രോഗ്രാംസൊക്കെ കണ്ടു. ഇന്ന് അവരുടെ ദിവസമാണല്ലോ. അവരൊക്കെ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയിട്ടാണ്. വലിയ പ്രായം ആയില്ലെങ്കിലും പക്ഷെ ആ കാലങ്ങളൊക്കെ തിരിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇത്. കരുമ്പിയ പെണ്ണേ عندي خوش في الصلاة يا اخي تفوز والله خوش ما تستنى يا اخي تفوز عندي خوش പരിപാടി അവസാനിക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല കേട്ടോ. നല്ല ഇടിയും കാറ്റും നല്ല മഴക്കോളും ഉണ്ടായിരുന്നു. അപ്പോൾ മഴയല്ലേ, സാധാരണ പോലെ തന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് വരാമെന്ന് വിചാരിച്ചു. മഴ പെയ്താലെന്ത് പെയ്തില്ലെന്ത്, ഐസ്ക്രീം കണ്ടാൽ നമ്മളത് മേടിക്കും, പ്രത്യേകിച്ച് ചൂടുകാലത്ത്. പിന്നെ ചൂടുകാലമൊന്നും ഇല്ല, ഐസ്ക്രീം കണ്ടാൽ മേടിക്കും, അത്ര തന്നെ. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ നിന്ന് നടന്ന് വീട്ടിലെത്തി. ഏടത്തിയമ്മയും പിള്ളേരും പിന്നെ അവിടെ നിന്ന് നേരെ മാമൻ്റെ വീട്ടിലോട്ട് പോയി. ഞാൻ അവിടെ പോയി വണ്ടി എടുത്ത് എൻ്റെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ എത്തുന്നത് വരെ മഴ പെയ്യോ എന്നുള്ള പേടിയായിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ നല്ല കാറ്റും ഭയങ്കര ഇടിയും. ആ കാറ്റ് ആ മഴ ഊതി എങ്ങ് കൊണ്ടുപോയെന്നറിയില്ല. രാത്രി പെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്.